കേട്ടോളൂ, ഒരു മിനിറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാത്. ബ്രഹ്മാവ് നമ്മളെപ്പോലുള്ളവര് രാവിലെ എഴുന്നേറ്റ് ഓരോ പ്രഭാത കർമ്മം ചെയ്യുന്നത് പോലെ ബ്രഹ്മാവും തന്റെ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. അതാണ് അസ്മാദൃശാം, നമ്മളെപ്പോലുള്ളവർ പുനഃ അകർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം. അനുദിനം സൃഷ്ടിയും കരോതി, ഓരോ ദിവസവും സൃഷ്ടി ചെയ്യുന്നു ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഭവൽ പ്രസാദാത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഭഗവാന്റെ പ്രസാദം ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മാവിന് കഴിയുന്നതേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം. എല്ലാം ഭഗവത് പ്രസാദത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ ചിന്ത വേണം. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. ഇത് ഭഗവാൻ നമുക്ക് എന്നൊരു ഉപദേശമാണേ. നിങ്ങൾക്ക് ഏത് കർമ്മത്തിൽ ഇടപെടുമ്പോഴും എന്നെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ, അതിന്റെ ഫലപ്രാപ്തിയിലെത്തും. അതാണ് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ഭഗവത് സ്മരണയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അന്തരം ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടും. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ എന്ന് ഭഗവത്ഗീത പറയും. അങ്ങനെ ഭഗവത് പ്രസാദം ഉണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി അവന് സംഭവിക്കും. അതുപോലെയാണ് ഇവിടെ ബ്രഹ്മാവ്. ഭഗവാന്റെ പ്രസാദം കൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും ഈ സൃഷ്ടികർമ്മം ചെയ്യുന്നു. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാൽ പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം, പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം, അതായത് ഈ ബ്രഹ്മകൽപ്പം ഉണ്ടല്ലോ, ആ ബ്രഹ്മകൽപ്പം ഒരു കൽപ്പമാണെന്ന് പറഞ്ഞ് പല കൽപ്പങ്ങളുണ്ട്. അതിനെ മുമ്പിൽ ജനിച്ച ഈ പരായുസ് എന്ന് വെച്ചാൽ ദീർഘായുസുകൾ പലരും ഉണ്ടല്ലോ. മാർക്കണ്ഡേയ മുനി, ജാംഭവാൻ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഭീഷ്മർ, ഇവരൊക്കെ ഭീഷ്മരല്ല, ചിരഞ്ജീവികളായിട്ടുണ്ട്. ഈ ചിരഞ്ജീവികളായിട്ടുള്ളവർക്കും ഈ നൈമിത്തിക പ്രളയമുണ്ട്. പക്ഷെ ഉണർന്നു വരുമ്പോൾ അവർക്ക് പഴയ കൽപ്പത്തിലെ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് അവരെ ചിരഞ്ജീവികൾ എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ വീണ്ടും വരുമ്പോൾ നമുക്ക് ഓർമ്മ കാണത്തില്ല. നമ്മളുമൊക്കെ ചിലപ്പോൾ ഓരോ കൽപ്പത്തിലും ഉണ്ടായിരിക്കാം പലതരത്തിലുള്ള ജന്മങ്ങളിൽ. പക്ഷെ അതൊന്നും നമുക്ക് ഈ പുതിയ ബ്രഹ്മാവിൻ്റെ ഒരു പകല് വരുമ്പോൾ അതെല്ലാം മറന്നുപോകും. പക്ഷെ ഈ ചിരഞ്ജീവികൾക്കാണെങ്കിൽ അവരുടെ പൂർവ്വകൽപ്പങ്ങളിൽ, ബ്രഹ്മാവിന്റെ പൂർവ്വകൽപ്പങ്ങളിലുള്ള ആ സംഭവങ്ങളെല്ലാം അവർക്കറിയാം. അതാണ് ഇവിടെ പറയുന്ന പ്രാഗ് ബ്രാഹ്മകൽപ്പ ജനുഷാം ച പരായുഷാം ച. പരായുഷ് എന്ന് പറഞ്ഞാൽ പരായുസുകൾ, ചിരഞ്ജീവികളായിട്ടുള്ള, അതായത് ഈ ബ്രാഹ്മകൽപ്പത്തിന്റെ കാര്യം അവിടെ പറയുന്നതേ ഒരു പ്രത്യേക കൽപ്പം എടുത്തിട്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിരഞ്ജീവികൾക്ക് സുപ്തപ്രബോധിത സമാസ്തി. അതാണ് നമ്മളിപ്പോ രാത്രി ഉറങ്ങിയിട്ട് നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് പകൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അതുപോലെയാണ് ഈ ചിരഞ്ജീവികൾക്ക് ബ്രഹ്മാവിന്റെ ഒരു പകൽ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പുതിയ പകൽ വരുമ്പം അവർക്ക് കഴിഞ്ഞ പകലിലെ കാര്യങ്ങളെല്ലാം അറിയാം. അതാണ് സുപ്തപ്രബോധ സമാസ്തി. നമ്മൾ സുപ്തറ്റ് പ്രബോധൻ, സുപ്തൻ എന്ന് വെച്ചാൽ ഉറങ്ങിയവൻ പ്രബോധനാവുമ്പോൾ, ഉണരുമ്പോൾ എങ്ങനാണോ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്, അതുപോലെയാണ് ഈ ചിരഞ്ജീവികൾക്ക് അവരുടെ കഴിഞ്ഞ ആ ബ്രഹ്മാവിന്റെ കൽപ്പത്തിലെ കാര്യങ്ങൾ അറിയാവുന്നത്. അത് അവർക്കുള്ളൊരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മകൽപ്പത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പുള്ള കൽപ്പങ്ങളിൽ ഉണ്ടായിരുന്ന പരായുഷാം ചിരഞ്ജീവികൾക്കാകട്ടെ, തുന്നുച്ചാകട്ടെ, സുപ്തപ്രബോധന സമ. എങ്ങനെയാണോ നമ്മൾ ഉറങ്ങിയിട്ട് ഉണരുമ്പോൾ നമ്മുടെ അവസ്ഥയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ ആരും മറക്കത്തില്ലല്ലോ, ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളൊരു അസ്ഥി തഥാപി സൃഷ്ടി, അവരുടെ സൃഷ്ടി അങ്ങനെ ഈ ചിരഞ്ജീവികളുടെ. ബാക്കിയുള്ളവരെല്ലാം മറന്നുപോയി പിന്നെ ഒന്നേന്ന് തുടങ്ങുക. നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളെയാണെന്നല്ലോ അറിയാമോ. ഈ പക്ഷേ ഈ ചിരഞ്ജീവികൾക്ക് അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യവും അറിയാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദൽ പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു. പ്രാഗ് എന്ന് വെച്ചാൽ മുമ്പ്, ബ്രാഹ്മകൽപ്പത്തിന് മുമ്പുള്ള കൽപ്പത്തിൽ ജനിച്ച പരായുഷാം തു ചിരഞ്ജീവികൾക്കാകട്ടെ സുപ്തപ്രബോധന സമം. ഉറങ്ങി എഴുന്നേൽക്കുന്നവൻ എങ്ങനെ ആണോ അതുപോലെയാണ് തഥാപി സൃഷ്ടി, അപ്പോഴുള്ള ആ സൃഷ്ടി, അവരുടെ സൃഷ്ടി. അവരും പോയി ഉറങ്ങും. ഉറങ്ങി കഴിയുമ്പോൾ അവർക്ക് കഴിഞ്ഞ കൽപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്.
അതാണ്, ഒന്നുകൂടെ ചൊല്ലാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽ പ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ജപരായുഷാം തോ സുപ്തപ്രബോധന സമാസ്തി തഥാപി സൃഷ്ടി. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകം. പഞ്ചാശതബ്ധമധുനാ സ്വഭയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ സൗ തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ജപവദ്വിലാസൻ. അതായത് ഓരോ കൽപ്പത്തിലും, അതായത് പകലൊരു കൽപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പം, പിന്നെ രാത്രി ഉറങ്ങുന്ന വേറൊരു കൽപ്പം. ഇവിടെ രണ്ടിലും നടന്ന കാര്യങ്ങൾ പറയാം എന്ന് പറയാണ്. അങ്ങയുടെ വിലാസം, ഇത് രണ്ടും ഭഗവാന്റെ വിലാസമാണ് നടക്കുന്നത്. ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മാവ് ഭഗവാനിൽ കൂടിയാണ് ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നതേ. അതാണ് പറയുന്നത്. പഞ്ചാശതബ്ദമധുനാ സ്വഭയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ. ഇവിടെ കുറച്ച് കാലമൊക്കെ പറയുന്നതേ ഉള്ളൂ, അതിനൊന്നും കൂടുതൽ നമ്മൾ പോണ്ട. പഞ്ചാശതബ്ദം, പഞ്ചാശത് എന്ന് വെച്ചാൽ 50. അതായത് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷമാണ്. അതിൽ പകുതി വർഷം പോയി. ഇപ്പോഴത്തെ നടക്കുന്ന ഈ കൽപ്പത്തിന്റെ കാര്യം പറയുകയാണ്. ഇതൊക്കെ ഒരു വലിയ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള കാലഘട്ടങ്ങളായി പറയുന്നതേ. പഞ്ചാശത് അബ്ദം, അബ്ദം എന്ന് വെച്ചാൽ വർഷം, പഞ്ചാശത് 50 വർഷം. അധുന, ഇപ്പോൾ, അധുന എന്ന് വെച്ചാൽ ഇപ്പോൾ. സ്വവയോർത്ഥരൂപം, സ്വവയ, ബ്രഹ്മാവിന്റെ ആണ് വയ എന്ന് വെച്ചാൽ വയസ്സ്, അതിന്റെ അർത്ഥം പകുതി. അതായത് 100 വർഷമാണ് എന്ന് വെച്ചാൽ എത്രയോ കാലയളവാണ്. ഓരോ ദിവസവും ഇത്രയും നീണ്ട ഒരു കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു വർഷം എത്രയാണ്? 50 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്ത അനന്തമായ കാലഘട്ടമാണ്. അതാണ് അതിന്റെ പകുതി ബ്രഹ്മാവ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം പകുതി ആയുസ്, ബ്രഹ്മാവിന്റെ പകുതി ആയുസ് കഴിഞ്ഞു. ഇനി ഒരു 50 വർഷം കൂടെ ബ്രഹ്മാവിന്റെ വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്രാകൃത പ്രളയമാകും. അതാണ് ഇവിടെ പറയുന്നത്. പഞ്ചാശതബ്ദമധുന, ഇപ്പോഴാണെങ്കിൽ 50 ബ്രഹ്മാവിന്റെ വർഷം. സ്വവയോർത്ഥരു, അർത്ഥം പകുതി, സ്വവയം, അദ്ദേഹത്തിന്റെ വയസ്സിന്റെ പകുതി അർത്ഥരൂപം. ഏകം പരാർത്ഥം, അതിനെയാണ് പരാർത്ഥം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതിയാണ് ഒരു പരാർത്ഥം. ഏകം പരാർത്ഥം, പരാർത്ഥം പകുതി. അതിവൃത്യഹി, അത് കടന്നിട്ട്, ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞെന്ന്. അതിവൃത്യഹി വർത്തതേ അസൗ, വർത്തിക്കുന്നു. അസൗ എന്ന് വെച്ചാൽ അവൻ, ബ്രഹ്മാവ് തൻ്റെ ആയുസിന്റെ പകുതി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് ഈ ഒരു പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു ബ്രഹ്മാവിന്. നമ്മുടെയൊക്കെ വയസ്സ് 50 കഴിഞ്ഞിട്ട് പിന്നെ ദിവസങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് ബ്രഹ്മാവിനും. അതുപോലെ 50 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. പഞ്ചാശതബ്ദം, 50 വർഷം. അധുന, ഇപ്പോൾ. സ്വവയോർത്ഥരൂപം, സ്വന്തം വയസ്സിന്റെ അർത്ഥരൂപമാണത് ഈ 50 വർഷം എന്ന് പറയുന്നത്. നമുക്ക് 100 വർഷം, 120 വർഷമല്ലേ പറയുന്നത്. അതുപോലെ ബ്രഹ്മാവിന്റെയും പകുതി ആയുസ് കഴിഞ്ഞു. ഏകം പരാർത്ഥം, അതിന്റെ പേരതാണ്. 50 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏക, ഒരു പരാർത്ഥം. അതിവൃത്യഹി, അതിനെ അതിവർത്തിച്ചു, അത് അതിവർത്തിച്ചെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട്. അസൗ വർത്തതേ, അദ്ദേഹം വർത്തിക്കുന്നു. തത്ര അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ. തത്ര അന്ത്യരാത്രി, അതായത് ഒരു രാത്രിയിൽ ബ്രഹ്മ ഉറങ്ങാൻ പോയിട്ട് പിന്നെ ഉണരുമല്ലോ, അതാണ് തത്ര അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ. ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നും പിന്നെ പശ്ചാത്, അതിനുശേഷം ദിനാവതരണേജ ഭവദ്വിലാസാൻ, പിന്നെ ബ്രഹ്മാവിന്റെ ദിനം വരുമ്പോൾ, അടുത്ത ദിനകൽപ്പമാവുമ്പോൾ അങ്ങയുടെ വിലാസങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. ഗുരുവായൂരപ്പന്റെ വിലാസങ്ങളാണ് ഈ നമ്മുടെ ഈ സംസാര ചക്രം അല്ലേ, അതല്ലേ സംസാര ചക്രം, ഭഗവാന്റെ മായ എന്നൊക്കെ പറയുന്നത്. അതിൽ ആ ഭഗവാൻ തന്നെ ബ്രഹ്മാവിൽ കൂടി ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തിക്കൊണ്ടിരിക്കുക. അന്നേരം രാത്രിയിൽ ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ എന്ത് സംഭവിച്ച അങ്ങയുടെ വിലാസങ്ങൾ എന്താണെന്നും അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണർന്നു വരുമ്പോഴെന്താണ് വിലാസങ്ങളെന്നും ഞാൻ വ്യക്തമാക്കാം. ഇതാണ് ഇവിടെ പറയുന്നത്. പഞ്ചാശതബ്ദമധുനാ സ്വഭയോർത്ഥരൂ രൂപം ഏകം പരാർത്ഥം അതിവൃത്യ ഹി വർത്തതേ സൗ അസൗ, വർത്തതേ അസൗ, അസൗ വർത്തതേ, അദ്ദേഹം വർത്തിക്കുന്നു, അങ്ങനെ നിലനിൽക്കുന്നു 50 വയസ്സ് കഴിഞ്ഞ്. തത്ര, അപ്പോൾ അന്ത്യരാത്രി ജനിതാൻ കഥയാമി. ആ അന്ത്യരാത്രി ഉണ്ടല്ലോ, ഒരു കൽപ്പം ഉണ്ട് രാത്രിയും പകലും, അതിലെ അന്ത്യരാത്രി, സൃഷ്ടിക്ക് മുമ്പുള്ള ആ രാത്രി, അതാണ് അന്ത്യരാത്രി കഥയാമി ഭൂമൻ. എന്താണ്? ത്വദ്വിലാസാൻ, അങ്ങയുടെ ആ വിലാസങ്ങൾ എന്താണെന്ന് ബ്രഹ്മ ഉറങ്ങാൻ പോയപ്പോൾ ഉള്ളതും. പശ്ചാത്, അതിനുശേഷം ദിനാവതരണേന, ആ ദിനകൽപ്പം തുടങ്ങുമ്പോൾ ഉള്ള ആ ഭവദ്വിലാസങ്ങളും ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോവുകയാണ്. ഉള്ള ശ്ലോകങ്ങളിൽ അതാ പറയാൻ പോകുന്നത്. പഞ്ചാശതബ്ദമധുനാ സ്വവയോർത്ഥരൂപമേകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ സൗ
തത്ര അന്ത്യരാത്രി ജനിതാൻ, അന്ത്യരാത്രി ജനിതാൻ എന്ന് വെച്ചാൽ അന്ത്യരാത്രിയിൽ ഉണ്ടായ ജനിതാൻ, രാത്രിയിലുണ്ടായ സംഭവവും കഥയാമി. ഭൂമൻ, ഭൂമൻ എന്ന് വെച്ചാൽ സംബോധന ഗുരുവായൂരപ്പന് ഗുരുജി ഗുരുജി മഹാത്മ്യമുള്ളവനെ ഏത് ഭൂമാവേ ശ്ലോകാണ് പറയുന്നത്? ഏത് ശ്ലോകാണ്? പശ്ചാദിനാവതരണേന, ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ദിനം വരുമ്പോൾ അവതരണം. നേരത്തെ പറഞ്ഞ ജനിതാൻ പറഞ്ഞാണ് അവതരണേ, അവതരണയെ ഭവദ്വിലാസാൻ, അങ്ങയുടെ വിലാസങ്ങളും പറയാം. പഞ്ചാശതബ്ദമധുനാ സ്വഭയോർത്ഥരൂപമേകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ സൗ തത്ര അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ജഭവദ്വിലാസൻ. ഇനി വീണ്ടും വൃത്തം മാറ്റുക. ഉപേന്ദ്രവജ്ര എന്നൊരു വൃത്തമാണ് അല്ലേ, അതും 11 അക്ഷരം തന്നെ. ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും അല്ലേ. ജതം ജഗംഗം എന്നൊരു വിശേഷമല്ലോ. അത്രേന്ദ്ര കേളിന്ദ്രവജ്രയ്ക്ക് തതം ജഗംഗം, ഉപേന്ദ്രവജ്രയ്ക്ക് ജതം ജഗംഗം. അതാണ് ജതം ജഗം ജഗംഗം. ജഗണം തഗണം ജഗണം പിന്നെ 2 ഗുരു. ഇങ്ങനെ 11 അക്ഷരമുള്ള ഒരു വൃത്തമാണ് ഉപേന്ദ്രവജ്ര. അതാണ് ഇവിടെ പറയാൻ പോകുന്ന. ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമത്വയി സന്നിലില്യേ ജഗന്തിജത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം. അതായത് ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പോവാണേ. ദിനാവസാനേത, ദിനാവസാനേ അധ സരോജയോനി സുഷുപ്തികാമ ത്വയി സന്നിലില്യേ, സുഷുപ്തികാമ ത്വയി സന്നിലില്യേ ജഗന്തിജ ത്വജ്ജഠരം സമീയു, ജഗന്തിജ ത്വജ്ജഠരം, ത്വജ്ജഠരം സമീയു തദേതം, തദേ ഇതം ഏകാർണവമാസ വിശ്വം, തദേതമേകാർണവമാസ വിശ്വം. ദിനാവസാനേത സരോജയോനി, ദിനാവസാനം അതായത് ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടി കഴിഞ്ഞിട്ട് ഒരു ദിനം കഴിയുക എന്ന് വെച്ചാൽ ഈ പകൽ സമയ അഹസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് സരോജയോനി, സരോജയോനി ബ്രഹ്മാവിൻ്റെ ഒരു പര്യായം തന്നെയാണ്. നേരത്തെ പത്മഭൂവ് എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ ഇവിടെ അതിന് വരാൻ പോണതേ ഉള്ളൂ. പത്മകൽപ്പത്തിലാണ് ഈ പത്മത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്. പക്ഷെ ബ്രഹ്മാവിന് അങ്ങനെ ഒരു പേര് സ്ഥിരം വന്നുപോയി. അതാണ് സരോജയോനി എന്ന് പറയുന്നത്. സരോജം താമര, താമരയിൽ നിന്ന് ജനിച്ചവനായിരിക്കുന്ന ഉൽപ്പത്തി സ്ഥാനമുള്ളവനായ ബ്രഹ്മാവ് ദിനാവസാനെ തൻ്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് സുഷുപ്തികാമ, ഉറങ്ങാൻ പോയി. സുഷുപ്തികാമൻ, ഉറങ്ങണമല്ലോ. സൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും പ്രയാസപ്പെടുമ്പോൾ നമ്മളും പോയി ഉറങ്ങത്തില്ലേ. നമ്മൾ വലിയ പണിയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങുക. അതാണ് സുഷുപ്തി കാമൻ, ഉറക്കത്തിന് ആഗ്രഹമുള്ളവനായി. കുമാരനാശാൻ ഉറക്കത്തെപ്പറ്റി പറയുന്ന ശ്ലോകം പ്രസിദ്ധമല്ലേ. ത്രാണിക്കൊത്ത പകൽ പരിശ്രമമിയെന്നോർക്കമ്പിയെന്നന്തിയിൽ പേണിക്കണ്ണുതലോടി എന്നുമണവോരാ ഭദ്രയാം നിദ്ര പോൽ. അതുപോലെ ഭദ്രയാകുന്ന നിദ്രയിലോട്ട് പോകാൻ ഒരു കാമം ഉണ്ടായി. അതാണ് സുഷുപ്തി കാമ. സുഷുപ്തി ഉറക്കം, ഉറക്കത്തിന് കാമനായിട്ട് തൊയ് സന്നിലില്യേ, തൊയ് അങ്ങയിൽ ഗുരുവായൂരപ്പനിൽ സന്നിലില്യേ ലയിച്ചു എന്ന് പറയാണ്. ഇവിടെ ലയനമാണ്. ബ്രഹ്മാവ് പോയി ഉറങ്ങുമ്പോൾ എല്ലാം ലയിക്കും. അതാണ് സന്നിലില്യേ, അങ്ങയിൽ ലയിച്ചു. ദിനാവസാനേത സരോജയോനി, സൃഷ്ടിക്ക് ശേഷം ദിനാവസാനേ സരോജയോനി, അതായത് സരോജത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് സുഷുപ്തികാമനായി, ഉറക്കം ആഗ്രഹിക്കുന്നവനായി തൊയ് സന്നിലില്യേ, ഭഗവാനിൽ തന്നെ ലയിച്ചു. ജഗന്തിജ ത്വജ്ജഠരം സമീയു, ബ്രഹ്മാവ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഗത്തില്ലല്ലോ. ജഗന്തി, ജഗന്തി ഈ ജഗത്തുണ്ടല്ലോ, അത് ത്വജ്ജഠരം, ജഠരം എന്ന് വെച്ചാൽ വയറ്, ഉദരം. ഭഗവാന്റെ ഉദരത്തിൽ ഈ ആര് പോയി? ജഗത്തും കൂടെ പോയി. ബ്രഹ്മാവ് ഉറങ്ങിയപ്പോഴത്തേക്ക് ജഗത്തും അതോടുകൂടി അങ്ങ് പോയി. എല്ലാവരും മായാവിലാസമല്ലേ, ഇതെല്ലാം ആ സമയത്ത് ഭഗവാന്റെ ഉദരത്തിലേക്ക് പോയി എന്ന് പറയാണ്. ജഗന്തിജ ത്വജ്ജഠരം, അങ്ങയുടെ ഉദരത്തിലേക്ക് സമീയു, പ്രാപിച്ചു. സമീയു എന്നാണ് ഇവിടെ ക്രിയ, പ്രാപിച്ചു. തദേതമേകാർണവമാസ വിശ്വം, തഥാ ഇതം, ഇതം വിശ്വം, തഥാ അപ്പോൾ, അതാണ് തദേതം, തഥാ ഇതം, ഇതം വിശ്വം, ഈ വിശ്വം, ഇപ്പൊ ഉണ്ടായിരുന്ന ആ കൽപ്പത്തിലുള്ള ആ വിശ്വം, ബ്രഹ്മാവിന്റെ ആ സൃഷ്ടി സമയത്തുണ്ടായിരുന്ന വിശ്വം ഏകാർണവമാസ, അന്നേരം ബ്രഹ്മാവ് പോയി ലയിച്ചപ്പോഴത്തേക്ക് അതെല്ലാം കാരണജലമായി അങ്ങ് മാറി. ഒരു അർണവം എന്ന് വെച്ചാൽ സമുദ്രം, ഇതെല്ലാം ഒരൊറ്റ സമുദ്രമായിട്ടങ്ങ് ലയിച്ചു വരുമ്പോൾ സമുദ്രമായി, അതാണ് കാരണജലം എന്ന് പറയുന്നത്. ഇതെല്ലാം പോയി അതിലങ്ങ് ലയിക്കും.
മഹാവിഷ്ണുവിൻ്റെ ഉദരത്തിലോട്ട് പോകുമ്പോൾ എല്ലാം ചേർന്ന് ഇനി മഹാവിഷ്ണു എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള അടുത്ത ചോദ്യം പറയും. പക്ഷേ ഇതെല്ലാം പോയി ആ മഹാവിഷ്ണുവിൻ്റെ ഉദരത്തിലേക്ക് ലയിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? തദേതമിതം വിശ്വം ഏകാർണവമാസ, ഒരു മഹാസമുദ്രമായി അങ്ങ് മാറി. വേറെ ഒന്നും ഇവിടെ കാണാനില്ല, സമുദ്രം മാത്രമുള്ള ഒരവസ്ഥ. ഇതൊക്കെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടമൊക്കെ എല്ലാ സൃഷ്ടിയും പോയി ആ ഭഗവാന്റെ ജഠരത്തിൽ ലയിക്കുകയും പ്രവേശിക്കുകയും മൊത്തം ഒരു കാരണജലമായങ്ങ് മാറുകയും ചെയ്യുന്ന ആ അവസ്ഥ, ബ്രഹ്മാവിൻ്റെ ഉറക്കം. അതാണ് ആ തദ്വിലാസൻ പറയാമെന്ന് പറഞ്ഞതേ. ആ ബ്രഹ്മാവിൻ്റെ ഉറക്കത്തെപ്പറ്റിയുള്ളത് പറയാമെന്ന് പറഞ്ഞതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമത്തൊയി സന്നിലില്യേ ജഗന്തിജത്തൊജ്ജടരം. ജഗന്തി, ഈ ജഗത്തുക്കൾ, ഈ വിശ്വങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചവയെല്ലാം ത്വജ്ജടരം, അങ്ങയുടെ ജഡരം ഉദരത്തിൽ സമീയു എത്തി. തദേതമേകാർണവമാസ വിശ്വം, തഥാ അപ്പോൾ ഇതം വിശ്വം ഏകാർണവം, ഒരു സമുദ്രമായങ്ങ് മാറി. വേറെ ഒന്നിനെയും അവിടെ കാണാനില്ല എന്ന് ചൊല്ലാം. ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമത്തൊയി സന്നിലില്യേ ജഗന്തിജത്തൊജ്ജടരം സമീയു തദേതമേകാർണവമാസ വിശ്വം, തദേതമേകാർണവമാസ വിശ്വം. മനസ്സിലായില്ലേ? സംശയം വെച്ചാൽ കുറിച്ച് വെച്ചാൽ നമുക്ക് അവസരം പറയാം. 6ാമത്തെ ശ്ലോകം ഇനി മനോഹരമായ ശ്ലോകമാണ്. ഭഗവാൻ അപ്പോൾ എവിടായിരുന്നു എന്ന് പറയുകയാണേ. ഈ ബ്രഹ്മാവ് പോയി ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിച്ചു, അവിടെ എല്ലാം ഒരു സമുദ്രമായി അങ്ങ് മാറിയെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുക. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. തവൈവ വേഷേ, തവൈവ, തവൈവ, തവൈവ അങ്ങയുടെ തന്നെ, തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. തവൈവ വേഷേ, വേഷം എന്ന് വെച്ചാൽ ഇവിടെ രൂപം, അങ്ങയുടെ രൂപം തന്നെയാണ് ആര്? ഈ ശേഷൻ. ഇവിടെ പദം ഈ ശ്ലേഷം വട്ടതിരിക്ക് എങ്ങനെ ഉണ്ട്? ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തിൽ പറയുവേ, അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ട് ഈ വാക്കിൻ്റെ. അതാണ് തവൈവ വേഷേ ഫണിരാജിശേഷേ. ഭഗവാന്റെ മെത്ത ഏതാണ്? ഫണിരാജി, ശേഷൻ അല്ലേ? ആദിശേഷനല്ലേ? അതിൽ മെത്തയായിട്ടാണല്ലോ ഭഗവാന്റെ ശയനം. അത് ഭഗവാൻ തന്നെയാണ്, ഭഗവാനല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. അന്നേരം ഭഗവാൻ തന്നെയായ, ഭഗവാന്റെ വേഷം തന്നെ ആയിരിക്കുന്ന ഫണിരാജി ശേഷേ, ഫണിരാജി സർപ്പശ്രേഷ്ഠൻ, സർപ്പശ്രേഷ്ഠനായിരിക്കുന്ന ആ ശേഷനിൽ, ആ അർത്ഥത്തിൽ അവിടെ ശേഷന്റെ പേരായിട്ട് ഭഗവാന്റെ ശയനം നടത്തുന്ന ആ ഊരകത്തിന്റെ പേരാണ് ശേഷൻ, ആദിശേഷൻ. അങ്ങനെയുള്ള ആ ശേഷനിൽ ഇതാണ് തവൈവ വേഷേ ഫണിരാജിശേഷേ, അങ്ങയുടെ രൂപം തന്നെയായ ആ ഫണിരാജിശേഷനിൽ ജലൈകശേഷേ ഭുവനെ. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭുവനം മൊത്തം ജലൈകശേഷമായി, ജലം മാത്രമായി മാറി. ഇവിടെ ശേഷം എന്ന് വെച്ചാൽ ബാക്കി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. ഈ ശേഷം പല അർത്ഥത്തിൽ പറയുകയാണ്. ജലൈകശേഷേ ഭുവനെ, ലോകം മൊത്തം ജലാശയമായി മാറി. ബാക്കിയായെന്ന് പറഞ്ഞാൽ ജലാശയം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. സൃഷ്ടിച്ച വിശ്വമെല്ലാം പിന്നെ ജലമായി മാറി. അതാണ് ജലൈകശേഷേ ഭുവനെ. ഭുവനം ജലൈകശേഷമായി, ജലം ഏകം, ജലൈകം ജലം മാത്രമായി, ഒറ്റ ജലമായി മാറി, ബാക്കിയായി ഈ സൃഷ്ടിച്ച ആ ഭുവനം മൊത്തം. അതാണ് ഭുവനേ ജലൈകശേഷേ. ശേഷേസ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവസാനം കൊണ്ടുവരാത്. ശയിച്ചു എന്നതിൻ്റെ അർത്ഥം. ശേഷേസ്മ, ഭഗവാൻ ശയിച്ചു. ഇങ്ങനെയുള്ള ആ സമയത്ത് ഭഗവാൻ ശയിച്ചു. ശേഷേസ്മ, ഇവിടുത്തെ ശേഷം വേറെ അർത്ഥത്തിലാണ്, ശയിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ശേഷേസ്മ, അതാണ് സ്മശേഷേ. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ. ഭഗവാന്റെ ആ ഒരു ആദ്യം തുടങ്ങിയ സാന്ദ്രാനന്ദാത്മബോധാത്മകം എന്ന് പറഞ്ഞത് വീണ്ടും പെട്ടതിരി ഓർക്കുകയാണേ. ഭഗവാൻ ആരാണ്? ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ. ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് സാന്ദ്രമായ ആനന്ദത്തിന്റെ അനുഭവമാണ്. അതാണ് ആനന്ദ
സാന്ദ്രാനുഭവ സ്വരൂപം. അങ്ങനെ അനുഭവം സ്വായത്തമായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഭഗവാന്റെ യോഗനിദ്ര നമ്മുടെ നിദ്ര പോലല്ല ഭഗവാന്റെ, അത് യോഗനിദ്രയാണ്. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പം നമുക്ക് ഒന്നും ഓർമ്മയില്ല അല്ലേ? ഇവിടെ ഭഗവാൻ ആനന്ദ സ്വരൂപനായിട്ടിരിക്കുമ്പോൾ ആത്മസ്വരൂപത്തിൽ തന്നെയാണ് ഭഗവാൻ തന്നെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് പക്ഷേ ഉറങ്ങുമ്പം നമുക്ക് ആനന്ദം ഇല്ലല്ലോ. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ആനന്ദം ആനന്ദം അറിയാൻ പറ്റും. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. യോഗനിദ്രയാവുമ്പോൾ ഭഗവാൻ അപ്പോഴും ഉണർന്നിരിക്കുക, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ആനന്ദം സമാധിയിലേ കിട്ടും. സാധാരണ ഉറക്കത്തിൽ നമുക്ക് ആനന്ദം കിട്ടില്ല. ഇവിടെ ഒരു മറവ് വരും, ആനന്ദം മറച്ചിരിക്കും, നമ്മൾ അറിയുന്നില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങുന്ന എല്ലാവരും പറയും. അത് നമുക്ക് അറിവ് കിട്ടുന്നില്ല. ഭഗവാൻ യോഗനിദ്ര ആയതുകൊണ്ട് ഭഗവാൻ എങ്ങനെ ഇരിക്കും? ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ. ആ യോഗനിദ്ര ആയതുകൊണ്ട് ഭഗവാന്റെ ആനന്ദത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. അതാണ് യോഗനിദ്രയും നമ്മുടെ നിദ്രയും തമ്മിലുള്ള വ്യത്യാസം. പരിമുദ്രിതാത്മ എന്ന് വെച്ചാൽ അതിൽ മൂടിയിരിക്കുന്ന ആ യോഗനിദ്രയിൽ ലാഞ്ചിതനായിരിക്കുന്ന ഭഗവാൻ ആ സ്വരൂപം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തത്തിൽ. യോഗനിദ്രയിൽ ഭഗവാൻ ആനന്ദം, സന്ദ്രാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷ. ആ ശേഷപ്രയോഗത്തിന്റെ അർത്ഥം വ്യക്തമാക്കി മനസ്സിലാക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കുഴയും. തവൈവ വേഷേ ഫണിരാജിശേഷേ, അങ്ങയുടെ വേഷം തന്നെയായ സർപ്പശ്രേഷ്ഠനായ ശേഷനിൽ ജലൈകശേഷേ ഭുവനെ, ഭുവനം മൊത്തം ജലം മാത്രമായി ബാക്കിയായപ്പോൾ അവിടെ ശേഷം ബാക്കി എന്നർത്ഥം. ശേഷേ സ്മ, അങ്ങ് ശയിച്ചു. എങ്ങനെയുള്ള അങ്ങ്? ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപനായിരിക്കുന്ന അങ്ങ് ശേഷേസ്മ ശയിച്ചു. എങ്ങനെ? സ്വയോഗനിദ്രാ പരിമുദ്രിതം, തൻ്റെ ആ യോഗനിദ്രയിൽ മൂടപ്പെട്ടവനായി, അടയ്ക്കപ്പെട്ടവനായിട്ട് ഗുരുവായൂരപ്പൻ ആ ശേഷനിൽ ശയിച്ചു എന്ന് പറയണം. ശേഷേസ്മ എന്നുള്ളത് ഫണിരാജ് ശേഷേസ്മ എന്ന് എടുക്കണം. കാരണം ആ പദത്തിന്റെ ഒരു അന്വയാർത്ഥം. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. പരിമുദ്രിതം, അടയ്ക്കപ്പെട്ടിരിക്കുന്ന, മുദ്രിതം എന്ന് വെച്ചാൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നല്ലേ, ആ യോഗനിദ്രയിൽ ലാഞ്ചിതനായി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം. സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ. ഇനി 7ാമത്തെ ശ്ലോകം. കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിബ്രജേന തത്രാഖില ജീവധംന. വീണ്ടും ഭഗവാന്റെ കാര്യം പറയണേ. കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേ ഇതി ആദിശത എന്നെടുത്തോണം. പ്രബോധയേത്യാദിശത കില ആദൗ കില. അതായത് പ്രബോധയ ഇതി ആദിശത ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിബ്രജേന തത്രാഖില ജീവധാംന. കാലാക്യശക്തി, അന്നേരം ഭഗവാനിൽ ഈ ബ്രഹ്മാവ് പോയി ലയിക്കുമ്പോൾ ഈ കാലം മുതലായ ശക്തിയും കൂടെ അങ്ങോട്ട് പോവും അല്ലേ? പ്രപഞ്ചത്തിൽ കാലത്തിന്റെ പ്രസക്തി പണ്ടേ പറയില്ലേ? കാലമാണെല്ലാം ഈ സംഭവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കലനം ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് കാലമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ, അതേപടി എല്ലാവരും ഇരിക്കും. അതുകൊണ്ടാണ് കാലം ഇവിടെ എപ്പോഴും എടുത്ത് പറയുന്നത്. കാലാക്യശക്തിയും, കാലമെന്ന് പേരായ മറ്റു ശക്തികളും ഉണ്ടല്ലോ, എല്ലാ രീതിയിലുള്ള ആ ശക്തി കൊണ്ടാണല്ല ഇത് സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് ആ കാലാക്യശക്തിയും പ്രളയാവസാനേ പ്രബോധയ. കാലാക്യശക്തി, കാലമെന്ന് പറയുന്ന ആ ശക്തിയോട് പ്രളയാവസാനെ, ഈ പ്രളയം കഴിയുമ്പോൾ, അതായത് ബ്രഹ്മാവിന്റെ നിദ്ര കഴിയുമ്പോൾ, ഇവിടെ നൈമിത്യ പ്രളയം, ആ പ്രളയം കഴിയുമ്പോൾ പ്രബോധയ, ഉണർത്തുക എന്ന് ഭഗവാൻ പറഞ്ഞു. കാരണം ഭഗവാൻ ഉണർന്നാലേ ബാക്കി ബ്രഹ്മാവിന് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ ഉണർത്തണമെന്ന് പറഞ്ഞു. പ്രബോധയ ഇതി ആദിശതാകിലാദവും. ആദിശത എന്ന് വെച്ചാൽ നിർദ്ദേശിച്ചു. ആദിയിൽ, അതായത് ഈ ഇത് തുടങ്ങുമ്പോൾ, പ്രളയം തുടങ്ങുമ്പോഴാണ് ഇവിടെ ആദി എന്ന് പറയുന്നത്. പ്രളയം തുടങ്ങുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ യോഗനിദ്രയിലാവാൻ പോലെ ഇതിനെ പറഞ്ഞ് ഈ നിദ്ര ഇത് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഉണർത്തണം എന്ന് ഈ കാലത്തിൻ്റെ ഒക്കെ പറഞ്ഞു എന്ന് പറയുക. അതാണ് കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയ. എന്ന് വെച്ചാൽ ഉണർത്തുക. മാം പ്രബോധയ, എന്നെ ഉണർത്തണേ. ഇതി ആദിശത, പ്രകാരം നിർദ്ദേശിച്ചു. ആദൗ, അതായത് ഈ പ്രളയം തുടങ്ങുന്നതിന് മുമ്പേ
പകല് കഴിഞ്ഞിട്ട്, അതാണ് പ്രളയത്തിന് മുമ്പ്, അതാണ് ആദവും തുടക്കത്തിൽ. ഇനി ആ പ്രളയം കഴിഞ്ഞു കഴിയുമ്പോൾ എന്നെ ഉണർത്തണേന്ന് ഈ കാലശക്തിയോട് പറഞ്ഞു എന്ന് പറയുകയാണ്. ബാക്കി ഒരുപാടുണ്ട്. കാലശക്തിയാണ് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയാ ഇതി ആദിശതാകിലാദവും. ആദൗ ആദിശതാകില, ആദിയിൽ, പ്രളയം തുടങ്ങുന്നതിന് മുമ്പ്, അതാണ് ആദി. ത്വയാ പ്രസുപ്തം, എന്നിട്ട് അങ്ങ് ഈ പറഞ്ഞ യോഗനിദ്രയിലായി. പരിസുപ്ത ശക്തിബ്രജേന, കൂടെ ബാക്കിയുള്ളവെല്ലാം ഉണ്ടല്ലോ. ഈ ബ്രഹ്മാവും എല്ലാവരും ഈ ഭഗവാന്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയല്ലേ ഉറങ്ങാൻ വേണ്ടി. അതാണ് പരിസുപ്ത ശക്തിബ്രജേന. എല്ലാ ശക്തികളും ഉണ്ട്, ബ്രഹ്മാവുണ്ട്, മറ്റ് അതുപോലുള്ള ആ പ്രപഞ്ച ശക്തികളെല്ലാം അങ്ങയിൽ ഉണ്ട്. അതിനൊപ്പം ഭഗവാനും യോഗനിദ്രയിലായി എന്ന് പറയുകയാണ്. അതാണ് ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിബ്രജേന. പ്രജം എന്ന് വെച്ചാൽ കൂട്ടം, ഈ ശക്തി സമൂഹത്തോടൊപ്പം ഉറക്കം, ഭഗവാനോടൊപ്പം ഈ ശക്തി സമൂഹങ്ങളും ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തത്ര അഖില ജീവധാംന. അത് പ്രത്യേക പ്രയോഗമാണ് ഭഗവാന്റെ. എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ. കാരണം ഇപ്പൊ എല്ലാം പോയി അവിടെ ലയിച്ചില്ലേ, ഇനി അതിൽ നിന്ന് തന്നെയാണ് എല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ആശ്രയമായിരിക്കുന്നത് ഭഗവാനാണെന്നായി കൂടെ സൂചിപ്പിക്കുന്നത്. തത്ര അഖില ജീവധാംന, എല്ലാ ജീവികളുടെയും ആ ധാമമായിരിക്കുന്ന, വാസസ്ഥാനമായിരിക്കുന്ന, ആശ്രയസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാന്റെ വിശേഷണം അത്. അങ്ങനെയുള്ള ഭഗവാൻ ആ കാലശക്തിയോട്, കാലമെന്ന പേരായ കാലാഖ്യ ശക്തിയോട് എന്നെ പ്രളയം കഴിയുമ്പോൾ പ്രബോധയ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ യോഗനിദ്രയിലായി ഈ ശക്തികളോടൊപ്പം. അതാണ് അതിന്റെ സാമാന്യ അർത്ഥം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയ ഇതി ആദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം. അങ്ങ് യോഗനിദ്രയിലായി, പ്രസുപ്തം. പരിസുപ്ത ശക്തിബ്രജേന, ഒറ്റയ്ക്കല്ലെന്ന് പറയുകയാണ്. ഈ പരിസുപ്ത കൂടെ ഈ ബ്രഹ്മാവ് ഉറങ്ങി വന്നിരിക്കല്ലേ, അങ്ങനെയുള്ള ഉറങ്ങിയപ്പോൾ ബ്രഹ്മാവിനോടുള്ള മറ്റു ശക്തി സമൂഹങ്ങളും എല്ലാത്തിനോടൊപ്പം ഭഗവാൻ യോഗനിദ്രയിലായി. ആ ഭഗവാന്റെ ഒരു വിശേഷണം അവസാനം പറഞ്ഞതാണ് തത്ര അഖില ജീവധാംന. ഇപ്പൊ എല്ലാം അതിനകത്തുണ്ട് ആ ഭഗവാനിൽ. കാരണം എല്ലാം വന്ന് അതിൽ ലയിച്ചല്ലോ. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ധാമമായിരിക്കുന്ന, വാസസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ എന്നാണ് എൻ്റെ അർത്ഥം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിബ്രജേന തത്രാഖില ജീവധാംന. തത്രാഖില ജീവധാംന. 8ാമത്തെ ശ്ലോകം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ചതുർയുഗാണാം ച സഹസ്രം, നേരത്തെ പറഞ്ഞല്ലോ 1000 ചതുർയുഗം ചേരുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു നിദ്രയും ഒരു പകലും, രണ്ടും തുല്യം തന്നെ. അതാണ് ചതുർയുഗാണാം ച സഹസ്രം. അത് പറഞ്ഞതേ ഉള്ളൂ. രാത്രി കഴിഞ്ഞുപോയി, അതായത് 4000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ഇപ്രകാരം ത്വയി പ്രസുപ്തേ, അങ്ങ് ഇത്രയും സമയം ഇങ്ങനെ യോഗനിദ്രയിലായിരിക്കുകയായിരുന്നു ഗുരുവായൂരപ്പൻ, യോഗനിദ്രയിലായിരുന്നു. അദ്വിതീയേ, അദ്വിതീയേ, വേറൊന്നില്ല ഇവിടെ, ഭഗവാൻ മാത്രം. ആലോചിച്ച് നോക്ക്, ബാക്കിയെല്ലാം പോയി ഭഗവാനിൽ ലയിച്ചു. അതുകൊണ്ടാണ് അദ്വിതീയേ, ദ്വിതീയം ഇല്ല, രണ്ടെടുക്കാനില്ല, കേവലം സ്വരൂപമായിട്ട് ഭഗവാൻ മാത്രം ഈ പറഞ്ഞ 1000 ചതുർയുഗം യോഗനിദ്രയിലാണ്ടു. അതാണ് ചതുർയുഗാണാം ച സഹസ്രമേവം ഇപ്രകാരം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ ത്വയി, അദ്വിതീയനായിരിക്കുന്ന കേവല സ്വരൂപനായിരിക്കുന്ന അങ്ങ് ഉറക്കത്തിലായി. ഉടനെ നേരത്തെ പറഞ്ഞല്ലോ കാലാഖ്യശക്തി, അത് ആ സമയമായപ്പം, അതായത് 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, ആദ്യം ഉണർന്നു. അതിനൊക്കെ ഈ നിർദ്ദേശം ഒക്കെ പാലിക്കും. അതായത് ഈ കാലാഖ്യശക്തി, കാലമെന്ന പേരായ ശക്തി 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ പ്രബുദ്ധ, ഉണർന്നിട്ട് പ്രബോധയത്വം, അങ്ങേ ഉണർത്തി എന്നൊക്കെ പറയുകയാണേ.
ഇതൊക്കെ ഓരോ സ്തുതി പറഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മളതിൻ്റെ ലോജിക്കുമൊന്നും ആലോചിച്ച് പോകണ്ട. ആ കാലാഖ്യശക്തി ഈ 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ഉണർന്നിട്ട് ഭഗവാനെ ഉണർത്തി എന്ന് പറയാണ്. പ്രബോധയത്വാം കില വിശ്വനാഥ, അങ്ങനല്ലോ കില, അല്ലയോ വിശ്വനാഥ എന്ന് വീണ്ടും പറയും. ഈ കാലത്തിൻ്റെ എല്ലാം കാലാദിനാഥനാണ് ഭഗവാൻ. പക്ഷെ ആ കാലശക്തി ഭഗവാനെ ഉണർത്തിയതായിട്ട് ഇവിടെ പറയുന്നു. ചതുർയുഗാണാം ച സഹസ്രമേവം, ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ, ത്വയി പ്രസുപ്തേ ഉറങ്ങിയപ്പോൾ, പുനരദ്വിതീയ ഇതിന്റെ വിശേഷണം ഭഗവാന്റെ, പുനഃ അദ്വിതീയെ, പുനഃ അതിനുശേഷം കാലാശക്തിയുടെ ഉണങ്ങിയപ്പോൾ പിന്നീട് പുനഃ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, വീണ്ടും ആദ്യം ഉണർന്ന ആ കാലശക്തി ത്വാം പ്രബോധയ, അങ്ങേ ഉണർത്തി, അല്ലയോ വിശ്വനാഥ കില വിശ്വനാഥ. ഇത്രയുള്ള അർത്ഥം. വലിയ മനസ്സിലാക്കാൻ പ്രയാസമൊന്നും കൂടുതലില്ല. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വം കില വിശ്വനാഥ. 9ാമത്തെ ശ്ലോകം. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീയാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ, വിബുദ്ധ്യജത്വം ത്വം വിബുദ്ധ്യജ ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ ലോകാൻ അഖിലാൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷു ഏവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടി. ഭഗവാൻ ഒന്ന് ഉണർന്നിട്ട് ആ തന്നെ ലയിച്ചിരുന്ന പദാർത്ഥങ്ങളെയൊക്കെ ഒന്ന് നോക്കി എന്ന് പറയുകയാണ്. ഇതാണ് വിബുദ്ധ്യജത്വം. ഉണർന്നിട്ട് വിബുദ്ധ്യജത്വം, അതായത് ഭഗവാൻ ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് ജലഗർഭശായൻ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാൻ കാരണം ജലത്തിലാണല്ലോ ശയിച്ചുകൊണ്ടിരുന്നത് അനന്തന്റെ മുകളിൽ. അതാണ് ജലഗർഭശായിൻ. ജലഗർഭത്തിൽ ശയിച്ചിരിക്കുന്ന വല്ലയോ ഭഗവാനെ അങ്ങ് ഉണർന്നിട്ട് വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ, എല്ലാവരെയും ഒന്ന് നോക്കി. വിലോക്യ ലോകാൻ, അവരെന്താണ്? അഖിലാൻ ലോകാൻ വിലോക്യ, എല്ലാ ലോകങ്ങളെയും ഭഗവാൻ ഒന്ന് നോക്കി എന്ന് പറയാണ്. അവര് പ്രലീയാൻ, തന്നെ ലയിച്ചിരിക്കുന്ന എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും ഭഗവാൻ തൻ്റെ ആ ദൃഷ്ടി കൊണ്ടൊന്ന് നോക്കി. തേഷ്വേവ സൂക്ഷ്മാത്മതയാ, തേഷ്വേവ ആ വസ്തുക്കൾ, തേഷു എന്ന് വെച്ചാൽ അതിൽ തന്നെ, തേഷ്വേവ വിശ്വേശ ദദാത ദൃഷ്ടിയും ദദാത, ആ വസ്തുക്കളിൽ ആ ഭഗവാൻ തേഷ്വേവ അവയിൽ തന്നെ ദൃഷ്ടിയും ദദാത എന്ന് വെച്ചാൽ നോക്കി, ദൃഷ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നോക്കി. അതെങ്ങനെയാണ്? സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു, എല്ലാം ഇപ്പൊ ഇരിക്കുന്ന ആ ഘടകമായിട്ടായിരിക്കത്തില്ലല്ലോ പോയി ലയിക്കുന്നതേ. ഓരോന്നും അതിൻ്റെ നാമരൂപങ്ങളൊക്കെ വിട്ടിട്ട് സൂക്ഷ്മഭാവത്തിലായി ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രപഞ്ചം മൊത്തം. അതിൻ്റെ വളരെ അണുവായിട്ട് മാറി, പിന്നെ അത് വികസിച്ച് വന്നോളും. അതാണ് സൂക്ഷ്മാത്മത എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മഭാവത്തിലായിട്ട് നിജ അന്തസ്ഥിതേഷു, ഭഗവാന്റെ ഉദരം, അന്തം, അകത്ത്, ഭഗവാന്റെ ഉള്ളിൽ സൂക്ഷ്മഭാവത്തിൽ നിലീയനായിട്ട് ലയിച്ചിരുന്ന ആ പ്രപഞ്ചഘടകങ്ങളെല്ലാം ഭഗവാൻ ദദാത ദൃഷ്ടിയും ദദാത നോക്കി എന്ന് പറയുകയാണ്. അല്ലേ? ഭഗവാനെ ആ കാലാഖ്യശക്തി ഉണർത്തിയതിന് ശേഷം ഭഗവാൻ ചെയ്ത കാര്യം പറയുകയാണ്. തന്നിൽ വിലീനമായിരിക്കുന്ന ആ എല്ലാ ലോക ഘടകങ്ങളെയും ഭഗവാൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് ഒന്ന് നോക്കി എന്ന് പറയുക. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ, ഇവരെല്ലാം ഇങ്ങനെ ഉറങ്ങുന്നവരായി കണ്ടിട്ട് ഭഗവാൻ ആദ്യം ഉണർന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള അവരെല്ലാം ഇങ്ങനെ ലയിച്ച് ഇരിക്കുന്നതായിട്ട് കണ്ടു. അതാണ് വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷ്വേവ ദൃഷ്ടിയും ദദാത. അവരെങ്ങനെ? ആ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു, തൻ്റെ ഉള്ളിൽ ആ സൂക്ഷ്മഭാവത്തിൽ ലയിച്ചിരുന്ന ആ പ്രപഞ്ചഘടകങ്ങളെ. അതിൻ്റെ അർത്ഥം. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജ അന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിയും. അല്ലേ? അർത്ഥം മനസ്സിലാക്കാൻ
പ്രയാസമില്ലല്ലോ. തേഷു ഏവ എന്നുള്ളതേ ഉള്ളൂ. അത് അവയിൽ തന്നെ തേഷു ഏവ, അവയിൽ തന്നെ ഭഗവാൻ തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ചു എന്ന് പറയുകയാണ്. തന്നിൽ ലീനമായിരിക്കുന്ന ആ പ്രപഞ്ച ഘടകങ്ങളിൽ. എന്നുകൂടെ ചൊല്ലാം. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടി. വിശ്വേശം എന്ന് വെച്ചാൽ ഈ വിശ്വത്തിന്റെ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ, വിശ്വനാഥൻ എന്നൊക്കെ അർത്ഥം. ഇനി 10ാമത്തെ ശ്ലോകം. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. മനോഹരമായ ശ്ലോകമാണ്. ആ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി പറയുകയാണേ. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാത്, തതഹ ത്വദീയാദയി, ത്വദീയാത് ഐ നാഭിരന്ത്രാത്, ത്വയി നാഭിരന്ത്രാത്, ഐ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ഐ നാഭിരന്ത്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം. ഉദഞ്ചിതം ദിവ്യപത്മം കിഞ്ചന, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. മുകുളായമാനം. തതഹ, അതിൽ നിന്ന് ത്വദീയാദൈ നാഭിരന്ത്രാദനന്തരം ത്വദീയ എന്ന് വെച്ചാൽ അങ്ങയുടെ നാഭിരന്ത്രാത്, നാഭിരന്ധ്ര പൊക്കിൾ ദ്വാരത്തിൽ നിന്ന് ഉദഞ്ചിതം ഉയർന്നു വന്നു. എന്താണ്? കിഞ്ചന, എന്താണെന്ന് പറയാൻ പറ്റാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണല്ലോ ഭഗവാന്റെ ആ നാഭിരന്ധ്രത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. അത് കിഞ്ചന ദിവ്യപത്മം, ഒരു ദിവ്യമായ പത്മമായിരുന്നു, ഒരു താമരയായിരുന്നു ഭഗവാന്റെ ആ നാഭിരന്ധ്രത്തിൽ നിന്ന് ഉയർന്നു വന്നത്. അതാണ് തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല. ആ നാഭിരന്ധ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ദിവ്യ പത്മത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഈ സൂക്ഷ്മഭാവത്തിൽ ലയിച്ചു ഭഗവാന്റെ ഉദരത്തിൽ നിന്നാണല്ലോ പൊക്കിളിൽ നിന്ന് പുറത്തു വരുന്നത്. അന്നേരം ആ ഉദരത്തിൽ എന്തൊക്കെ ലയിച്ചിരുന്നോ അതെല്ലാം, അതാണ് നിലീന നിശേഷ പദാർത്ഥമാല. എല്ലാ പദാർത്ഥങ്ങളും, മലസമൂഹം, അതെല്ലാം നിലീനമായിരുന്നത്. ഇവിടെ സൂക്ഷ്മഭാവത്തിൽ ഏത് പൊങ്ങി വരാൻ പറ്റൂ? അത് സംക്ഷേപരൂപം, അതാണ് സൂക്ഷ്മ, ചുരുക്കി എല്ലാം കൂടെ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ. അതായത് അഖില സൃഷ്ടി ജാലങ്ങളും ആ സൂക്ഷ്മാത്മതയാ, അതാണ് സംക്ഷേപരൂപം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത്? മുകുളായമാനം. മുകുളം, മൊട്ട്, ഒരു താമര മൊട്ട് പോലെ ഉള്ള ഒരു പത്മമാണ് ആ നാഭിരന്ധ്രത്തിൽ നിന്ന് പുറത്തു വന്നതെന്ന് പറയുക. ഇതാണ് തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം. അത് ദിവ്യമായ ഒരു പത്മം. കിഞ്ചന, എന്താണെന്ന് പറയാൻ പറ്റാത്തത്. നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷിപ്ത രൂപം. എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ആ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിരിക്കുന്ന മൊട്ടിന് തുല്യമായ മുകുളായമാനം, മുകുളത്തിന് അളവുള്ള എന്ന് വെച്ചാൽ ഒരു മൊട്ടായി രൂപം പ്രാപിച്ചിരിക്കുന്ന ഒരു താമര അതിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് പറയുകയാണ് ഭഗവാന്റെ ആ പൊക്കിൾ കൊടിയിൽ. തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. അർത്ഥം മനസ്സിലായല്ലോ. തതസ്ത്വദീയാദൈ നാഭിരന്ധ്ര, രന്ധ്രം എന്ന് വെച്ചാൽ ദ്വാരം, നാഭിരന്ധ്രാത് ഉദഞ്ചിതം പൊങ്ങി വന്നു, ഉയർന്നു വന്നു. കിഞ്ചന, എന്തെന്ന് പറയാൻ കഴിയാത്ത ഒരു ദിവ്യ പത്മം. നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. അത് ഒരു മൂളത്തിന് തുല്യമായിരിക്കുന്ന അതാണ്. 11ാമത്തെ ശ്ലോകം. ഇത് ദശകമല്ല, ഇത് 13 ശ്ലോകങ്ങളുണ്ട് ഇതിനകത്ത്. ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ട് ചില ദശകങ്ങളിലൊക്കെ കൂട്ടിയിട്ടുണ്ടേ. ദശകങ്ങൾ നമ്മളങ്ങ് പറയുന്നതേ ഉള്ളൂ, മിക്കവാറും ദശകം ആണ്. ചിലതിലൊക്കെ ശ്ലോകങ്ങളുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ 13 ശ്ലോകം ഉണ്ടായിരുന്നു, 11ലാണ് ഇനി. തദേതദംഭോരുഹ കുട്മളം തേകളേവരാത്തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർധ്വന്തമലം നഗൃന്തത്.
ആ താമരയുടെ വിശേഷണം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. പക്ഷേ എനിക്കത് പറഞ്ഞിട്ട് പോരാ, അതുകൊണ്ട് കുറച്ചും കൂടെ അതിനെ ഒന്ന് വിശദീകരിക്കുകയാണ്. തതേതത് അംബോരുഹ കുട്മളം, തതേതത് അംബോരുഹ കുട്മളം, അംബോരുഹ കുട്മളം തേ കളേബരാത് തോയപദേ പ്രരൂഢം, തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിർ, പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർ ത്വാന്തം അലം നികൃന്തത്, സ്വധാമഭിർ ത്വാന്തം അലം നികൃന്തത്. താമരയുടെ ഒരു പ്രത്യേകത പറയുകയാണ്. തതേതത് അംബോരുഹ കുട്മള, അംബോരുഹ എന്ന് വെച്ചാൽ താമര, കുട്മളം മൊട്ട്, ആ താമരമൊട്ട് നേരത്തെ പറഞ്ഞല്ലോ, ആ താമരമൊട്ട് തേ കളേബരാത്, ഇങ്ങയുടെ ശരീരത്തിൽ നിന്നാണ് അത് വന്നിട്ട്, കളേബരം ശരീരം, ആ ശരീരത്ത് നിന്ന് തോയപതേ പ്രരൂഢം, വെള്ളത്തിൽ കാരണജലം ഉണ്ടല്ലോ, ഭഗവാൻ കാരണജലത്തിലല്ലേ ശയനം, ആ തോയത്തിൽ കൂടി, അതായത് തോയപതേ പ്രരൂഢം, എന്ന് വെച്ചാൽ ഉറപ്പോടെ പൊങ്ങി വരുന്നത്, അതിൽ നിന്ന് ഉറപ്പോടെ പൊങ്ങി വരുന്നത്, അതാണ് പ്രരൂഢം. ആ തോയപതേ, വെള്ളത്തിൽ നിന്ന് ഉറപ്പോടെ പൊങ്ങി വരുന്ന ആ അംബോരുഹ കുട്മളം എടുക്കണം, ആ താമരമൊട്ട്. ബഹിർനിരീതം, അതാണ് പുറത്തു വരുന്ന ആ താമരമൊട്ട്, ബഹിർനിരീതം പുറത്തു വന്നിട്ട് പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർ, സ്വധാമം എന്ന് വെച്ചാൽ അതിന്റെ പ്രകാശം, ഇവിടെ പ്രകാശം എന്ന ധാമത്തിന്റെ തൻ്റെ ആ താമരമൊട്ടിന്റെ പ്രകാശം പരിതസ്ഫുരത്, പരിത എന്ന് വെച്ചാൽ ചുറ്റും, സ്ഫുരത് എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു, അതെന്ന് വെച്ചാൽ ദിവ്യപത്മല്ലേ, അതിന്റെ പ്രകാശം അവിടെ എല്ലാം അങ്ങ് വ്യാപിച്ചു എന്ന് പറയാണ്. അതാണ് പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർ ത്വാന്തം, ത്വാന്തം എന്ന് വെച്ചാൽ ഇരുട്ട്, ത്വാന്തത്തിന് ഇരുട്ടെന്ന അർത്ഥം. അലം നികൃന്തത് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതില്ലാതാക്കി. ഈ താമരമൊട്ട്, അവിടെ മൊത്തം ഇരുട്ട്, സൂര്യനൊന്നും ഇല്ലല്ലോ, പ്രകാശമൊന്നും ഇല്ലല്ലോ, കാരണജലത്തിൽ ഭഗവാൻ ഇങ്ങനെ അനന്തശയനം നടത്തിയിരിക്കുമ്പോൾ ഈ താമര മുകുളം പൊങ്ങി വന്നിട്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് ത്വാന്തമലം നികൃന്തത്, അവിടെ മൊത്തം പ്രകാശമാനമായി. പരിതസ്ഫുരദ്ഭിർ, എല്ലായിടത്തും ചുറ്റും പ്രകാശിക്കുന്ന ആ ഒരു ധാമം, പ്രകാശം, അതുകൊണ്ട് ഈ ത്വാന്തമെല്ലാം അവിടെ ഇല്ലാതായി. നകൃന്തത്, ദൂരെ അകറ്റി എന്നാണ് നകൃന്തത്, അല്ലേ? ഭഗവാന്റെ ആ താമരമുട്ടിന്റെ ഒരു വർണ്ണന എന്നേ ഉള്ളൂ. തതേതദംബോരുഹ കുട്മളം തേ, അങ്ങയുടെ കളേബരാ തോയപതേ പ്രരൂഢം, തോയം വെള്ളം, തോയപതേ പ്രരൂഢം ബഹിർനിരീതം പുറത്തു വന്നിട്ട് പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർ, എല്ലായിടത്തും പ്രകാശം പരത്തുന്ന തന്റെ ആ ധാമത്താൽ ധ്വാന്തമലം നകൃന്തം, തോന്തം, തോന്തം, തോന്തം മലം എന്ന് പറയണ്ട, തോന്തം അലം നകൃന്തത്, പൂർണ്ണമായിട്ടും അത് ആ ത്വാന്തത്തെ അകറ്റി. തതേതദംബോരുഹ കുട്മളം തേ കളേബരാത്തോയപതേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർ ധ്വാന്തമലം നകൃന്തത്. 12ാമത്തെ ശ്ലോകം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. സംഭുല്ലപത്രേ, പത്രം, പത്രം എന്ന് വെച്ചാൽ അതിന്റെ ഇതളുകൾ, താമരമൊട്ടല്ലേ, അതിങ്ങനെ വന്നിട്ട് അതിന്റെ ഇതളുകളെല്ലാം വികസിച്ചു. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, വളരെ വിചിത്രമായിരിക്കുന്ന ഒരു താമരപ്പൂവ്, അതാണ് നിതരാം വിചിത്രേ. സംഭുല്ലപത്രേ, പുറത്തു വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇതളുകളെല്ലാം വികസിച്ച് അത് ശരിയായ ഒരു താമരയായി മാറി. അതാണ് സംഭുല്ലപത്രേ, നിതരാന്ന് വെച്ചാൽ ഏറ്റവും വിചിത്രമായിരിക്കുന്ന. തസ്മിൻ, അതിൽ ഭവദ്വീര്യധൃതേ സരോജേ, ഭവദ്വീര്യധൃതേ സരോജേ, അതായത് ഭഗവാന്റെ ആ വീര്യം എന്ന് വെച്ചാൽ ശക്തി കൊണ്ട് ധൃതം ഉറപ്പിച്ചിരിക്കുന്ന ആ സരോജത്തിൽ, അതിൽ ആ താമര ഭഗവാനിൽ തന്നെ, ഭഗവാന്റെ ആ യോഗശക്തി കൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ നാഭിരന്ധ്രത്തിൽ ഇന്ന് പൊങ്ങി വന്നത്. അതാണ് സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ. ആ സരോജത്തിൽ എന്താ സംഭവിച്ചത്? പത്മജന്മാ വിധിരാവിരാസീത്, ആ വിധി ബ്രഹ്മാവ്
വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അത് പത്മജന്മനാണല്ലോ. ഇപ്പോഴാണ് പത്മഭൂവൊക്കെ ആയതേ. നേരത്തെ ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് വന്ന് സത്യലോകത്തിരുന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ കൽപ്പത്തിൽ പത്മകൽപ്പം എന്നതിന് പറയുന്നതാ, ബ്രഹ്മാവ് ഒരു പത്മത്തിൽ ആവിർഭവിച്ചത് കൊണ്ടാണ്. അതാണ് സപത്മജന്മാ വിധിരാവിരാസി എന്ന് വെച്ചാൽ ആവിർഭവിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ഈ വിരിഞ്ഞ ആ താമരപ്പൂവിൽ ബ്രഹ്മാവ് സാവധാനം പ്രത്യക്ഷപ്പെട്ടു. സ്വയം പ്രബുദ്ധാകില വേദരാശി, തൻ്റെ അറിവെല്ലാം ഉണ്ടായിരുന്നു ആ ബ്രഹ്മാവിനെ. അങ്ങനെ സൃഷ്ടി നടത്താൻ തയ്യാറായിട്ട് ബ്രഹ്മാവ് ആ പകൽ രാവിലെ പൊങ്ങിയെന്ന് പറയുകയാണ്. ഇനി ഭഗവാൻ തൻ്റെ ആ സൃഷ്ടികർമ്മ, അല്ല ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മം എല്ലാം ചെയ്യും. അതാണ് സ്വയം പ്രബുദ്ധ അഖില വേദരാശി. സ്വയം പ്രബുദ്ധ അഖില വേദരാശി, എല്ലാ വേദരാശികളും ആയിട്ട്, അതായത് ഭഗവാൻ എല്ലാ അറിവുകളും ഭഗവാനിലുണ്ട്. സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടി എന്ന് പറയുകയാണ് ഈ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ ഇന്ന് പുറത്തു വന്നല്ലേ, അതുകൊണ്ട് ആ അറിവുകൾ ഉൾപ്പെടെയാണ് ബ്രഹ്മാവിന്റെ ആവിർഭാവം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാകില വേദരാശി. അങ്ങനെയുള്ള ആ വേദരാശികളോടുകൂടിയാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുക. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ. തസ്മിൻ എന്ന് വെച്ചാൽ താമരയിൽ, ഭവദ്വീര്യധൃതേ, അങ്ങയുടെ വീര്യം കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ആ താമരയിൽ സബ്രഹ്മ, ആ പത്മജന്മാവായിരിക്കുന്ന വിധി ആവിരാസീത് ആവിർഭവിച്ചു. സ്വയം പ്രബുദ്ധാകില വേദരാശി, ആ വേദം അറിവുകളോടൊപ്പം തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഇനി 13ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംശയത്തിനൊക്കെ സമയമുണ്ട്. അസ്മിൻ പരാത്മനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാവിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണോ. ഭട്ടതിരിയുടെ അവസാനത്തെ എല്ലാ ദശകത്തിലും ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്റെ രോഗമൊക്കെ ഒന്ന് മാറ്റിത്തരണേ. ഇത്രയൊക്കെ ആ ബ്രഹ്മാവിനെ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുവായൂരപ്പൻ എൻ്റെ ഈ കൊച്ചു രോഗം മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ? അതുപോലെ നമ്മളെ രോഗവും മാറ്റാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഗുരുവായൂരപ്പന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആണ് നാരായണീയത്തിന്റെ മഹത്വം. നമ്മൾ ഏത് പ്രശ്നങ്ങളും ഈ നാരായണീയത്തിന്റെ നിരന്തര പാരായണം കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. അതാണ് ഈ നാരായണീയ പാരായണത്തിന് ഇത്രയധികം പ്രസക്തി ഈ കലികാലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് അനുഭവസ്ഥരുണ്ട് ഈ നാരായണീയ പാരായണം നടത്തി അവരുടെ അസുഖങ്ങളും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി. അതാണ് ഗുരുവായൂരപ്പന്റെ ഒരു കാരുണ്യമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഭട്ടതിരി ആവർത്തിച്ച് പറയുന്നത്. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാവിത പത്മയോനി. ത്വമിദ്ധം പ്രകാരം പത്മയോനിയെ ഉയർത്തിയ ത്വം ധാവിത പത്മയോനി എന്ന് പറയുന്നത് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ ഇപ്രകാരം ആ താമരയിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ. അസ്മിൻ പരാത്മൻ, അല്ലയോ പരമാത്മ സ്വരൂപമായിരിക്കുന്ന പാത്മകൽപ്പേ, ഇപ്പൊ നടക്കുന്ന പത്മകൽപ്പമാണ്. ആ പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ താമരയിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്ന, അതാണ് ത്വമിത്തം ഉത്ഥാപിത പത്മയോനി. ഇപ്രകാരം നമ്മൾ വർണ്ണിച്ചല്ലോ എങ്ങനെയാണ് ബ്രഹ്മാവ് ആ താമരയിൽ കൂടി വന്നതെന്നുള്ളത്. അങ്ങനെ ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച അല്ലയോ പരമാത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പ, അനന്തഭൂമ, അദ്ദേഹത്തിന്റെ വല്ല ആ ഭൂമാവെന്ന് വെച്ചാൽ ശക്തി, ശക്തി ഭഗവാന്റെ വീര്യമാണ് ഭൂമാവ്. അങ്ങനെയുള്ള ആ മഹിമാവ് അനന്തമാണ്. അങ്ങനെ അനന്ത മഹിമാവോടുകൂടിയിരിക്കുന്ന ആ പരാത്മൻ അല്ലയോ ഗുരുവായൂരപ്പ, മമ രോഗരാശിയും, എൻ്റെ ഈ രോഗ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിരുന്തി തടയണമേ. പാതാലയവാസ, അയ്യോ ഗുരുവായൂരപ്പ. വിഷ്ണു, എത്ര വിശേഷങ്ങൾ വന്നിരിക്കുന്ന. നമ്മുടെ ആ ഭക്തി അങ്ങ് കൂടുമ്പോഴാണ് നമ്മൾ ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ പറയുന്നത്. പരാത്മൻ എന്നൊക്കെ പറഞ്ഞു, പിന്നെ വാതാലയവാസ എന്ന് പറഞ്ഞു, വിഷ്ണു എന്ന് പറഞ്ഞു. ഉള്ള വിശേഷണങ്ങളെല്ലാം ചേർത്ത് ഗുരുവായൂരപ്പനെ ഭട്ടതിരി വിളിക്കുകയാണ്. എന്നിട്ട് ഈ സ്തോത്രം ചെല്ലുന്ന നമ്മളും അതുപോലെ ഭഗവത് നാമങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രശ്നങ്ങളും ഭഗവാൻ കൈകാര്യം ചെയ്യും. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാവിത പത്മയോനി അനന്തഭൂമാ മമ, എൻ്റെ രോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു. അല്ലയോ വാതാലയവാസനായിരിക്കുന്ന വിഷ്ണു, എൻ്റെ ഈ രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ. നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ദശകം ഒന്ന് ചൊല്ലാം. എല്ലാവരും ഒന്ന് കേട്ടോണ്ടിരിക്കുക. ചിലപ്പം 5 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ബുക്ക് നോക്കി. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഖ്യാതി മേ ലബ്ധ ജന്മ
ബ്രഹ്മാഭൂയത്വത്തയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനിതാവന്മിതാശ്ച രജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവൽപ്രസാദാൽ പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ജപരായുഷാം തോ സുപ്തപ്രബോധന സമാസ്തിതഥാപി സൃഷ്ടി പഞ്ചാശതബ്ദമധുനാ സ്വവയോർത്ഥരൂപമേകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേ സൗ അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ജപവദ്വിലാസാൻ ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമത്വയി സന്നിലില്യേ ജഗന്തിജത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം തപൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിഭ്രജേന തത്രാഖില ജീവധാംനാ ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വം കില വിശ്വനാഥ വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം തതസ്ത്വദീയാദയിനാഭിരന്ത്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം തദേതദംബോരുഹകുട്മളം തേ കളേബരാത്തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിർ സ്വധാമഭിർധ്വന്തമലം നഗൃന്തത് സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിദ്ധമുദ്ധാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാരാലയവാസ വിഷ്ണോ. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ശ്രീകൃഷ്ണ സാറേ, നമസ്കാരം. നമുക്ക്